ഹായ് ഫ്രണ്ട്സ്, പല്ലവിയാണ്. പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്യാൻവാസ് നെക്ക് എങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ എനിക്ക് റെഡി വേണ്ടത് എത്രയാണ്? ഒരു 3 ഇഞ്ച് വിഡ്ത്താണ് എനിക്ക് റെഡി വേണ്ടത്. അപ്പോൾ ആ 3 ഇഞ്ച് നമ്മൾ ക്യാൻവാസ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. നോർമൽ നെക്ക് ആകുമ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരുത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നെക്കിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു പോകും. നോർമൽ തയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ക്യാൻവാസ് ഇല്ലാണ്ട് തയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ തയ്യൽ തുമ്പ് എപ്പം മൈനസ് ചെയ്തിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. ഇപ്പോൾ ലെങ്ത്ത് എത്ര കൊടുക്കണം എന്ന് വെച്ചാൽ, ക്യാൻവാസ് നെക്കിൽ റെഡി ലെങ്ത്തിൻ്റെ അകത്ത് എപ്പോൾ ഒരു 1/4 ഇഞ്ച് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള 1/4 ഇഞ്ച് ലെങ്ത്ത് കൂട്ടി കൊടുക്കണം. ഈ രണ്ട് വ്യത്യാസങ്ങൾ എപ്പോൾ നമ്മൾ വരുത്തണം. അതുകൊണ്ടാണ് നിങ്ങളെ ക്യാൻവാസ് നെക്ക് തയ്ക്കുമ്പം ശരിയാകാത്തത്. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് പഠിക്കുന്ന ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല്ലവി ഒന്ന് ക്യാൻവാസ് നെക്കും കൂടെ എങ്ങനെയാണെന്ന് കാണിക്കണമെന്ന്. അവർക്ക് വേണ്ടിയിട്ട് ഡെലിക്കേറ്റ് വീഡിയോ ആണ് ഇത്, ബിഗിനർ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1/4 ഇഞ്ച് കൂട്ടിയിട്ട് എത്രയാണ് ലെങ്ത്ത് റെഡി വേണ്ടത് അതിങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ടാകുമ്പോൾ താഴെ നമ്മൾ മുകളിൽ കൊടുത്ത വിഡ്ത്ത് എത്രയാണോ അതന്നെ കൊടുത്തിട്ട് ഇതിനൊരു ബോക്സ് പോലെ ആദ്യം റെഡിയാക്കി എടുക്കാം. അപ്പം ഈ ബോക്സ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് നെക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നോർമൽ ഒരു യു നെക്കാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. താഴെ സെയിം മുകളിൽ കൊടുത്ത വിഡ്ത്താണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് യു നെക്കാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നെക്കിൻ്റെ അകത്ത് വരച്ചാലും നമ്മളെ നെക്ക് ഷോൾഡർ ഇറങ്ങി വീയലോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ് ഇതുപോലെ. എന്നിട്ട് ഇതിനെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. അപ്പോൾ നല്ല യു നെക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം ഈ സൈഡിൽ നമ്മൾ 1 ഇഞ്ച് ഇല്ലെങ്കിൽ 1/4 ഇഞ്ച് വീതം നമ്മൾ നെക്ക് റെഡി ലെങ്ത്തിന് കൊടുത്ത മാർക്കിങ്ങിൻ്റെ അപ്പുറത്തോട്ട് ഇതുപോലെ റൗണ്ടിൽ നമ്മൾ 1/4 ഇഞ്ച് ഇല്ലെങ്കിൽ 1 ഇഞ്ച് ഇതുപോലെ വരച്ചെടുക്കണം എക്സ്ട്രാ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, തയ്ക്കാൻ പഠിക്കുന്ന കൂട്ടുകാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്തൊക്കെ. ഇതുപോലെ കുട്ടി സംശയങ്ങൾ നിങ്ങൾ വരുന്ന തയ്ക്കാൻ പഠിക്കുമ്പോൾ വരുന്ന ഒത്തിരി സംശയങ്ങളിൻ്റെ മുകളിലുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സസ് എടുക്കുമ്പോൾ കൂട്ടുകാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടുന്നത്. ഇവിടെ ഞാൻ 1/4 ഇഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പ് ഇതിൽ കട്ട് ചെയ്യാണ്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഉപകാരം എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ, എന്നിട്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ബിഗിനർ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ പിന്നെ വെച്ചിട്ട് ആദ്യം ഒന്ന് സേഫ് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞ് വരും, അളവുകളും മാറിപ്പോവും. അപ്പോൾ ഈ സ്ട്രിപ്പ് നോക്കിക്കോളൂ, ഞാൻ കട്ട് ചെയ്യുന്നില്ല, കറക്റ്റ് ഇവിടം വരെ കട്ട് ചെയ്തിട്ട് നിർത്തിയാണ്. എന്നിട്ട് നെക്ക് ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കണ്ടോളൂ. അപ്പോൾ ആ സ്ട്രിപ്പ് മുറിച്ചത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപകാരം എന്താണെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞ് ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പം ആദ്യമായിട്ട് തയ്ച്ച് പഠിക്കുന്ന കൂട്ടുകാർക്ക് എപ്പോൾ നെക്ക് ശരിയാകത്തില്ല, വീതി 2 സൈഡിലും ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ കറക്റ്റ് കിട്ടില്ല എന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി പഠിക്കുന്ന ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയും, പല്ലവി നമ്മൾ തയ്ക്കുമ്പോൾ 2 സൈഡും ഒരേപോലെ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആക്കേണ്ട ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ, ഇത് ശരിയാക്കി എടുത്തതിന് ശേഷം ഒരു ഫാബ്രിക്കിൽ ഇതുപോലെ ഇതിനെ സൈഡ് മടക്കിയെടുക്കാം. എന്നിട്ടാകുമ്പം മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിയ പാച്ചിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളിതുപോലെ കറക്റ്റ് സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. തയ്ക്കുമ്പോൾ വേറെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഫ്രണ്ട്സ് എപ്പോൾ നമ്മൾ തയ്യലിൽ ചെറിയ തയ്യൽ എന്ന് വെച്ചാൽ ലെങ്ത്ത് വീട്ട് കുറഞ്ഞ തയ്യൽ വേണം എപ്പോൾ നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ തയ്ക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ക്യാൻവാസിന് മുകളിൽ സ്റ്റിച്ച് പോകരുത്, അതിൻ്റെ തൊട്ട് സൈഡിലേ കൂടെ വേണം നമ്മളിതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. സ്ലോ നല്ല നീറ്റായിട്ട് വേണം നമ്മളെപ്പോൾ നെക്ക് തയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. ഇത് പിടിച്ചിട്ട് ഇതുപോലെ ഫാബ്രിക് കുറച്ച് തയ്ച്ചിട്ട് നീറ്റാക്കി കൊടുത്ത് വേണം വരാൻ. അതുകൊണ്ടാണ് ഒരു സൈഡിലോട്ട് നെക്ക് എപ്പം കയറി പോകുന്നത്, ഒരു സൈഡിലത്തെ ഷോൾഡർ ഇറങ്ങി വീഴുന്നത്. ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ കറക്റ്റ് ഇതുപോലെ വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തതിന് മുൻപ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ നെക്ക് നല്ല റൗണ്ട് ആയിട്ടുണ്ടോ, എവിടെയെങ്കിലും സ്റ്റിച്ച് വീഴാണ്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ ചെക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മളിപ്പം തയ്ച്ചെടുത്തിരിക്കുന്ന അവിടെ 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുന്ന കൂട്ടുകാരുടെ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം. പല്ലവി ആൻഡ് വ്ളോഗ് എന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം വിട്ടിരിക്കുന്ന സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്ത് കാണും ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെ ഇത് 1/4 ഇഞ്ച് വിട്ടിട്ട് മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, കണ്ടോളൂ. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് പോകാണ്ട് നോക്കുക. 1/4 ഇഞ്ച് ഒരു ചെറിയ പീസ് അവിടെ ഞാൻ വിട്ടിട്ടുണ്ട് ക്യാൻവാസ് കഴിഞ്ഞിട്ട്. അതിൻ്റെ മുകളിൽ ഇനി ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. നോച്ചസ് ഇട്ട് കൊടുത്താൽ നമുക്കത് മറിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ തയ്ച്ച തയ്യലിൻ്റെ മുകളിൽ ഈ കട്ട് പോകരുത്.
കണ്ടോ ഇതുപോലെ ചെറുങ്ങനെ കട്ടിട്ട് കൊടുക്കാം. ഈ ക്രോസിലൊക്കെ കട്ടിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫാബ്രിക് മറിച്ചിടുമ്പോൾ ഫിനിഷിങ് വരില്ല. ഫിനിഷിങ് വരുത്തേണ്ട വേറെ ഒരു ട്രിക്കും കൂടി ഉണ്ട് കടക്കാർ ഫോളോ ചെയ്യുന്നത്, കടയിലൊക്കെ തയ്ക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ റോ എഡ്ജസ് ഇപ്പോൾ നമ്മൾ 4 ഇഞ്ച് വിട്ടില്ലേ, ഇതിനെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കിക്കോളൂ. വ്യത്യാസം പറഞ്ഞുതരാം ഞാൻ. ആദ്യം ഫോൾഡ് ചെയ്ത് തന്നാൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ അയൺ ചെയ്ത് സെറ്റ് ചെയ്താൽ ഇത് ഓക്കെ കണ്ടോ, ഇവിടെ തള്ളി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇനി ഈ താഴത്തെ റോ എഡ്ജസ് നമ്മൾ 4 ഇഞ്ച് വിട്ടില്ല, അത് ഈ സ്ട്രിപ്പിൻ്റെ അടിയിലോട്ട് പിടിച്ചിട്ടാണ് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളും. തയ്ക്കുന്ന മുൻപേ തന്നെ, തേച്ച് എടുക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് നല്ല നെക്കായിരിക്കും കിട്ടുന്നുണ്ട്. ഈ 4 ഇഞ്ചില്ലേ, ഇതിങ്ങനെ മടക്കി നമ്മൾ ഈ എക്സ്ട്രാ ഫാബ്രിക്കിൻ്റെ അടിയിലാണ് ഞാൻ കൊടുക്കുന്നതിന്. ക്യാൻവാസിൻ്റെ അടിയിൽ വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി മറിച്ചിട്ടാൽ നല്ല സൂപ്പർ നെക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ അറിയുന്ന നെക്കിനെ കുറിച്ചുള്ള എല്ലാ ടിപ്പും ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വാസത്തോടെ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong.